അല്ലയോ അലിയായ തങ്ങളെ, 3 ദിവസമായില്ലേ നമ്മളും നമ്മുടെ മക്കളും പട്ടിണിയായിട്ട്. വിശപ്പ് സഹിക്കാനാവുന്നില്ല, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അലിയാർ തങ്ങളെ. അലിയാർ തങ്ങൾ വെയിലേറ്റ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുകയാണ്. നടന്ന് പോകുന്ന സമയത്ത് അതാ ഒരു കട അവിടെ കാണുകയാണ്. അവിടേക്ക് അലിയാർ തങ്ങൾ പോവുകയാ. അലിയാർ തങ്ങൾ പോയി വസ്ത്രം വിറ്റു. 6 ദിർഹം അതിന് കിട്ടുകയും ചെയ്തു. 6 ദിർഹം കിട്ടിയ സന്തോഷത്തിൽ നടന്നു വരുന്ന സമയത്ത് അവിടെ അതാ 2 പാവങ്ങൾ നിൽക്കുകയാണ്. 2 പാവങ്ങൾ നിൽക്കുകയാണ്. അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ആ പാവങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ അലിയാർ തങ്ങളെ, അല്ലയോ അലിയാർ തങ്ങളെ, ഞങ്ങൾക്കും വിശപ്പ് സഹിക്കാനാവുന്നില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കണേ എന്ന് അലിയാർ തങ്ങളോട് പറയുകയാ. അലിയാർ തങ്ങൾ അന്നേരം വീട്ടിലെ കാര്യം എല്ലാം അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് 6 ദിർഹം അവിടെ നിന്ന 2 പേർക്കും കൂടി വീതിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് സന്തോഷത്തോടെ നടന്നു വരുമ്പോഴാണ് ഓർത്തത് തന്റെ വീട് പട്ടിണിയാണല്ലോ എന്ന്. എന്തായാലും സാരമില്ല, വീട്ടിൽ പോയി ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞ് അലിയാർ തങ്ങൾ നടക്കുകയാണ്. അലിയാർ തങ്ങൾ നടക്കുകയാണ് വീട്ടിലേക്ക്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അല്ലയോ അലിയേ, എൻ്റെ കയ്യിൽ നല്ലൊരു ഒട്ടകമുണ്ട് അലിയേ, അത് ഞാൻ താങ്കൾക്ക് വിൽക്കാം, താങ്കൾ എനിക്ക് 100 ദിർഹം തന്നാൽ മതി. അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹോദര, എൻ്റെ കയ്യിൽ താങ്കൾക്ക് തരാനായി പൈസയൊന്നുമില്ല. അപ്പോൾ അലിയാർ തങ്ങളുടെ അടുത്ത് ആ സഹോദരൻ പറയുകയാണ്, അല്ലയോ അലിയെ, താങ്കൾ ഇപ്പോൾ എനിക്ക് പണം തരണമെന്നില്ല, താങ്കൾ എനിക്ക് പിന്നെ തന്നാലും മതി, താങ്കൾ എനിക്ക് അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ട് താങ്കൾ എനിക്ക് പിന്നെ തന്നാലും മതി. അലിയാർ തങ്ങൾ ആകെ ഒന്ന് ഒട്ടകത്തെ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചതിന് ശേഷം ആ സഹോദരനോട് പറയുകയാണ്, അല്ലയോ സഹോദരാ, താങ്കൾ എനിക്ക് ഒട്ടകത്തെ വിൽക്കണം, താങ്കൾക്ക് ഞാൻ പിന്നെ ദിർഹം തരാം. അങ്ങനെ അലിയാർ തങ്ങൾ ഒട്ടകത്തെ വാങ്ങി നടന്നു വരുമ്പോൾ ഒരാള് പുറകിൽ നിന്ന് വിളിക്കുകയാണ്, അല്ലയോ അബുൽ ഹസൻ. തന്നെ അടുത്തറിയാവുന്നവര് മാത്രം വിളിക്കുന്ന പേരാണ് അബുൽ ഹസൻ എന്ന്. അലി റളിയല്ലാഹു അൻഹു നിന്നിട്ട് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, താങ്കൾ എനിക്ക് ഈ ഒട്ടകത്തെ വിൽക്കാമോ? താങ്കൾക്ക് ഞാൻ 160 ദിർഹം തരാമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പൊ പറഞ്ഞു, ഞാനിത് വാങ്ങിയത് 100 ദിർഹമിനാണ്, താങ്കൾ എനിക്ക് 160 ദിർഹം തരണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല അലിയെ, താങ്കളെ എനിക്ക് അറിയാവുന്നതാണ്, 160 ദിർഹം വെച്ചോ എന്ന്. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ വിറ്റുകൊണ്ട് 160 ദിർഹവും വാങ്ങിക്കൊണ്ട് ഓടുകയാ. താനൊരു കടക്കാരനാണല്ലോ. മറ്റേ ഒട്ടകത്തെ വാങ്ങിയ ആളുടെ അടുത്തേക്ക് പോയിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുകയാ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പണം കിട്ടിയത്? അലിയാർ തങ്ങൾ പറയുകയാണ്, അല്ലാഹു കാണിച്ച മാർഗമാണ്, അല്ലാഹു കാണിച്ച മാർഗമാ. അങ്ങനെ അവിടെ വെച്ച് ദുആ ചെയ്ത് 2 പേരും പിരിഞ്ഞു. അങ്ങനെ 60 ദിർഹമിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് സാധനവും ബാക്കിയുള്ള ദിർഹമുകളും കൊടുക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ അലിയാർ തങ്ങളെ, ഞാൻ തന്ന തുണിക്ക് ഇത്രയും പൈസ നിങ്ങൾക്ക് കിട്ടിയോ? അതെങ്ങനെയാണ്? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു വന്ന് നിന്നിട്ട് പറയുകയാണ്, ഇത് അല്ലാഹു തന്ന മാർഗമാണ്, ഇത് അല്ലാഹു തന്ന മാർഗമാണ്. നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളല്ലേ, നിനക്ക് വേണ്ടി അല്ലാഹു തന്നതാണ്. പാവങ്ങളെ സഹായിച്ചാൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുമെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യം പറഞ്ഞ
ഈ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു ഭാഗ്യമാണ്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ് അവൻ നമ്മെ മുസ്ലിമുകളാക്കിയത്. അല്ലാഹു ഏക ഇലാഹാണെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യദൂതനാണെന്നും അന്ത്യപ്രവാചകനാണെന്നും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരാളും റസൂലുള്ളാഹ് നബിയായിട്ട് അവിടെ വരില്ലെന്നാണ് പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് ഓരോ സുന്നത്തിനും ഫർളിന്റെ കൂലിയാണ്. ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ അൻആമിലെ 160ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്നിട്ട് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ നന്മ ചെയ്തതിന്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ് പറയുന്നത്. എത്ര നല്ലതാണ് ഇസ്ലാം മതം. കൂടാതെ ഉമ്മത്തിന്റെ കുറഞ്ഞ അമലുകൾക്ക് പോലും വലിയ വലിയ പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലുള്ള സഹാബാക്കളോട് പറയുകയാ, കഴിഞ്ഞ സമൂഹങ്ങളിലുള്ളവർക്ക് 1000 വർഷം ആയുസ്സുണ്ടായിരുന്നു. അവർക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനും അമലുകൾ ചെയ്യാനും കഴിഞ്ഞു. അവരിപ്പോൾ സ്വർഗത്തിലുമാണെന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ സഹാബാക്കൾ ഖേദിക്കുകയാണ്, അവർ കരയുകയാണ്. അവരൊക്കെ എത്ര ഭാഗ്യന്മാർ! ഞങ്ങൾക്ക് ഈ കുറഞ്ഞ ആയുസ്സിൽ കുറച്ച് അമലുകളല്ലേ ചെയ്യാൻ കഴിയും. ഈ സമയത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുതിയ വാർത്ത കൊണ്ടുവരുന്നത്. ലൈലത്തുൽ ഖദർ എന്ന രാവാ. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഒരാൾ ഫർള് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ, ഒരു വഖത്തിലെ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1 വർഷം മൊത്തം നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുപോലെ മുൻ സമുദായത്തിന് കരസ്ഥമാക്കിയിട്ടില്ലാത്ത നമുക്ക് മാത്രം ലഭിച്ച ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അത് ഓതുകയും എല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊരു ഹദീസുമുണ്ട്. قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ വളരെയധികം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഒന്നാമത്തെ അതിന്റെ തെളിവ്. അതിനെപ്പറ്റി ഒത്തിരി രാഷ്ട്രീയക്കാർ നമ്മുടെ ഖുർആനെ പറ്റി, നമ്മുടെ നബിയെ പറ്റി എല്ലാം കുറ്റം പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ അതിലൊന്നും പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നമ്മൾ ഇതുവരെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാറ്റട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുത്തല്ലേ അല്ലാഹു കാക്കട്ടെ. ഖിയാമത്ത് നാളിന്റെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഫിത്നത്തായ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ദജ്ജാൽ ഇറങ്ങുന്നതാണ്. ദജ്ജാലിന്റെ കൂടെ 2-3 കൂട്ടുകാരും ഉണ്ട്. ഇബ്ലീസും അതിന്റെ സംഘവും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അമൽ ചെയ്യാൻ പോവുകയാണ്, ഇപ്പൊ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ ശൈത്താനും വരും. നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വരുന്ന ശൈത്താൻ ഒന്നും അല്ലല്ലോ, അതിന്റെ അനുയായികളും ഉണ്ടല്ലോ. ഒരു ജൂഹ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച സമയം പ്രസംഗപീഠത്തിലോട്ട് കയറിയിട്ട് ചോദിച്ചു, ഞാൻ ഇന്ന് എന്താ ഇവിടെ പറയാൻ പോകുന്നത് അറിയാമോ? അപ്പൊ സദസ്സിലുള്ളവർ പറഞ്ഞു, ആ സഫിലിരുന്ന ഒരു ജുമായ്ക്ക് വന്നവർ പറഞ്ഞു,
എനിക്കറിയില്ല, താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാരും ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ജൂഹ പറയുകയാണ്, നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ പള്ളിയിലേക്ക് വന്നു, പ്രസംഗ പീഠത്തിൽ കയറി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? അപ്പൊ സദസ്സിലുള്ളവര് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്നു. അപ്പൊ ജൂഹ പറയുകയാണ്, നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം. മൂന്നാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ജൂഹ, മുല്ലാ നസറുദ്ദീൻ ജൂഹ കടന്നു വരികയാണ്. എന്നിട്ട് സദസ്സിലുള്ളവരോട് നോക്കി പറയുകയാണ്, അല്ലയോ സദസ്യരെ, ഞാൻ ഇന്നെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? അപ്പൊ സദസ്സിലുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവിടേക്ക് കടന്നു വന്നത്. അവര് പകുതി പേര് പറഞ്ഞു അറിയാമെന്നും പകുതി പേര് പറഞ്ഞു അറിയില്ലെന്നും. അപ്പൊ ജൂഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കും, പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തെ മനുഷ്യർ ഇതുപോലെ തന്നെയാണ്, ഒന്നും നല്ലോണം ചെയ്യത്തില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മാറ്റുമാറാകട്ടെ. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി അള്ളാഹുവേ നീ ഞങ്ങളെ അങ്ങനെ ആക്കണേ റഹ്മാനെ. നബിയുടെ കൈ കൊണ്ട് കോരിത്തരുന്ന ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് കുടിക്കാനുള്ള ഭാഗ്യം നീ തരണേ റഹ്മാനെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും ഒന്ന് ഉറക്കനെ ആമീൻ പറ. ഇങ്ങനെ ഇരുന്നാ മതിയാ. അള്ളാഹു കാക്കട്ടെ. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഈ നിസ്കരിക്കാൻ വരുമ്പോ പിന്നെ ഒരു മടിയായിരിക്കും. എനിക്കങ്ങ് വയ്യ നിസ്കരിക്കാനെന്നും പറഞ്ഞിട്ട് പോകുന്ന ഒരു രീതി, അത് നമ്മൾ മാറ്റേണ്ടതാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് എപ്പോഴും ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം ജൂഹ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ ഒതു എടുക്കാൻ വേണ്ടി അവിടുത്തെ ഹൗദുണ്ടല്ലോ, പൈപ്പില് കയറി ഒതു എടുത്തോണ്ടിരുന്നപ്പോ ഇടത്തെ കാല് കഴുകാൻ മറന്നുപോയി. അങ്ങനെ പള്ളിയിലോട്ട് കയറി നിയത്ത് ഇമാമ് കൈ കെട്ടി. അപ്പൊ നിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർത്ത ഇടത്തെ കാല് കഴുകിയില്ലല്ലോ. ബാക്കി എല്ലാ ഒന്നും ചെയ്തിട്ടുണ്ട്, ഇടത്തെ കാല് മാത്രം കഴുകിയില്ല. അപ്പൊ ജൂഹ ഇടത്തെ കാല് പൊക്കി വെച്ചങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞ് ആൾക്കാർ വന്നിട്ട് ജൂഹയോട് ചോദിച്ചു, അല്ലയോ ജൂഹ, താങ്കൾ എന്തുകൊണ്ടാണ് ഇടത്തെ കാല് പൊക്കി വെച്ചിട്ട് നിസ്കരിച്ച? ആ നിസ്കാരം ശരിയാവുമോ? അപ്പൊ ജൂഹ പറയുകയാ, ഇടത്തെ കാല് എന്റെ ഒതു ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കാല് പൊക്കി വെച്ചിട്ട് നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ മനുഷ്യർ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെയാണ്. നമ്മളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള നമ്മുടെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ ഭാരം കൂട്ടുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനിയും പ്രഭാഷണങ്ങളും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഞാൻ അൻവാർശ്ശേരി ജാമിഅ അൻവാർ എന്ന സ്ഥാപനത്തിൽ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി വേഗം തന്നെ ഈ വർഷം തന്നെ ഹാഫിള് ആവാനുള്ള നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.